The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Christmas is not only about celebrations, it is also about divinity, goodness and values. 10 commandments in the Holy Bible. Each one teaches a value. Let's see what commandments teach us. Love God more than you love anything. It's love. Don't make anything in your life more important than God. It's loyalty. Always say God's name with love and respect. It's respect. Honor God by resting on the 7th day of the week. It's gratitude. Love and respect your parents. It's commitment. Don't hurt anyone. It's equality. Always be faithful in your relationships. It's trust. Don't take anything that is not yours. It's contentment. Always tell the truth. It's honesty. Don't wish for other people's stuff. It's selflessness. These values make us a good human being. That is what Christmas is all about. Merry Christmas to all. സുഗതകുമാരി സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃതം പ്രൊഫസറായിരുന്ന കാർത്യായനി അമ്മയുടെയും മകളായി 1934 ജനുവരി 22 ആറന്മുളയിൽ ജനിച്ചു. കാവ്യകൈരളിയുടെ മുറ്റത്ത് കത്തിനിന്ന നിറദീപം, മലയാളത്തിൻ്റെ ഹരിതഹൃദയത്തിൻ്റെ മിടുപ്പ്, മലയാണ്മയുടെ മഹാസുഹൃതമായ കവി, അമ്മ എന്നിങ്ങനെയെല്ലാം സുഗതകുമാരി അറിയപ്പെടുന്നു. പരിസ്ഥിതിയെപ്പറ്റി ഇത്രയും ആകുലപ്പെട്ട മറ്റൊരു ജീവിതം കാണാൻ പ്രയാസമായിരിക്കും. സഹ്യനേൽക്കുന്ന ഓരോ മുറിവും അവരെ വേദനിപ്പിച്ചു. അതിനായി ഐതിഹാസികമായ സമരങ്ങൾ നടത്തി, പരിഹാസശരമേറ്റു മുറിയാതെ കവിതകൾ എഴുതി, സൈരന്ധ്രി വനത്തെ കാത്തുസൂക്ഷിച്ചു, കൃഷ്ണവനത്തെ പരിപോഷിപ്പിച്ചു, പള്ളിയോടങ്ങൾ ചാഞ്ചാടുന്ന പമ്പാതീരഭൂമിയെ കവരുന്നതിനെ എതിർത്തു. പ്രകൃതിക്കായി അവർ അധികാരികളുമായി നിരന്തരം കലഹിച്ചു. അതുപക്ഷേ നമ്മുടെ ഭാവിക്കു വേണ്ടിയായിരുന്നു, നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു എന്നത് നമ്മൾ സൗകര്യപൂർവ്വം മറന്നു. മരക്കവി എന്ന പരിഹാസം അമരകവിയെ തളർത്തിയില്ല. ആശയറ്റ സ്ത്രീജന്മങ്ങൾക്കും മനസ്സറ്റുപോയ ജീവിതങ്ങൾക്കും പാവം മാനവ ഹൃദയങ്ങൾക്കും അവർ അഭയമുദ്രയണിഞ്ഞ ദേവിയായിരുന്നു. തൻ്റെ അവസാന അഭിലാഷങ്ങൾ മാതൃഭൂമിയോട് അവർ പങ്കുവച്ചിട്ടുണ്ട്. തൻ്റെ ഓർമ്മയ്ക്ക് ഒരു ആൽമരമുണ്ടാവണം എന്നു മാത്രമായിരുന്നു ആ ആഗ്രഹം. ചുവന്ന പഴങ്ങളുണ്ടാകുന്ന ആൽമരം. ഒരുപാട് പക്ഷികൾ അതിൽ വരും. തത്തകളൊക്കെ വന്ന് പഴങ്ങൾ തിന്നുന്ന അഭയവൃക്ഷം. അതിൻ്റെ പുറത്ത് ഒന്നും എഴുതി വയ്ക്കരുത്, അവിടെ ചിതാഭസ്മവും കൊണ്ടുവയ്ക്കരുത്. ആ ആൽമരം എവിടെ നടണമെന്നും എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പേയാട്. മനസ്സിൻ്റെ താളം തെറ്റിയ നിരാലംബർക്കായി അവർ പടുത്തുയർത്തിയ അഭയയുടെ പിറകുവശത്തെ പാറക്കൂട്ടത്തിനടുത്ത്. താപത്തെ തടയുന്ന, വേരറ്റു വീഴാത്ത മഹാവൃക്ഷമായി അത് വളർന്നു പടർന്ന് തണൽ തരട്ടെ. ഇതായിരുന്നു അവരുടെ അവസാനത്തെ അഭിലാഷം. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ അവസാനമായി സുഗതകുമാരിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞതിങ്ങനെ: ചേച്ചിയും സുജാതയും പോയി,
ഇനി ഞാൻ മാത്രം എന്തിനു കിടക്കണം? ജീവിതത്തിൽ ഞാൻ എന്തിനു വേണ്ടി പോരാടിയോ ആ അധർമ്മശക്തികളെല്ലാം വീണ്ടും പുനർജീവിക്കുന്നു. മലകളും പുഴകളും നശിക്കുന്നു. സഹ്യാദ്രിയിൽ പോലും പാറകൾ പൊട്ടിക്കലും മരം മുറിക്കലും തകൃതിയായി നടക്കുന്നു. മദ്യവും മയക്കുമരുന്നും നാടിനെ മുടിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെതിരെ പോരാടുവാൻ എനിക്ക് ശക്തിയില്ല. എത്രയും വേഗം ലോകത്തു നിന്നും പോകണം. എനിക്കിനി അധിക കാലമില്ല. എൻ്റെ മരണം അടുത്തിരിക്കുന്നു. എൻ്റെ ശവശരീരത്തിൽ ഒരു പൂവും ഇടാൻ പാടില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളൊന്നും എനിക്ക് വേണ്ട. ശരീരം തന്നെ മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ബന്ധുക്കൾ അതിനെതിരാണ്. അതിനാൽ എത്രയും വേഗം ശരീരം ശാന്തി കവാടത്തിൽ ദഹിപ്പിക്കണം. Hello my dear children, welcome back to social science class. Hope you all are fine and happy. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വിജിത് സാർ എവിടെ പോയിന്നല്ലേ? കുറേ കാലമായിട്ട് വിജിത് സാറല്ലേ ക്ലാസ് എടുക്കണത്. അപ്പോൾ ചെറിയൊരു ചേഞ്ച്. ഇനി കുറച്ച് ദിവസം ടീച്ചറായിരിക്കും സോഷ്യൽ സയൻസ് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താ ടീച്ചർ ക്ലാസ്സിന് വരാത്തത്, എന്താ ടീച്ചർ ക്ലാസ് എടുക്കാത്തത്? അപ്പോൾ ആ പരാതി തീർക്കാമെന്ന് വിചാരിച്ചു. Let's continue our social science class. So children, we have completed 7 chapters, isn't it? Today we are going to start 8th chapter. The name of the chapter is Towards a New Kerala Society. So in the previous classes we discussed the evil customs and practices that prevailed the other parts of India, and the social reform movements were organized to eradicate them, isn't it? During the same period, several evil practices that prevailed in Kerala as well. So let's see what are the evil practices that prevailed in Kerala. Caste discrimination, gender discrimination, child marriage, untouchability, discrimination in clothing, language and occupation. Many social evil activities like the denial of equal opportunity and exploitation prevailed in Kerala due to rigid caste hierarchy. Discrimination was apparent in clothing, dwelling, occupation and even names. Women were denied equal opportunities. സോ അന്ന് കേരള സൊസൈറ്റി എങ്ങനെയായിരുന്നു? അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു, സ്ത്രീകളെ കാറ്റഗറൈസ് ചെയ്ത്, അതായത് സ്ത്രീകളെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഏത് മേഖലയിലാണെങ്കിലും, തൊഴിലിലാണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷയിലാണെങ്കിലും, ഈവൻ നെയിമിൽ പോലും, അവരുടെ പേരുകളിൽ പോലും ആ ഒരു ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് അന്ന് കേരള സൊസൈറ്റിയിൽ നിലവിലുണ്ടായിരുന്നു. ക്ലിയർ? ഇറ്റ് ഈസ് ദിസ് സോഷ്യൽ കണ്ടീഷൻ that prompted Swami Vivekananda to describe Kerala as a lunatic asylum. അതായത് കേരളത്തിൻ്റെ അന്നത്തെ അവസ്ഥ കണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ വിശേഷിപ്പിച്ചത് കേരളം ഒരു ഭ്രാന്താലയം എന്നാണ്. During this period, several social reform movements were formed in Kerala. Let's have a look at the leaders of social reform movements and their activities. So first social reformer, Vaikunta Swamigal. He formed an organization, Samattu Samajam, for carrying out social reforms. Let's see what are the major activities of Vaikunta Swamigal. He fought against the evil customs of preventing women for wearing upper clothes. അന്ന് കേരള സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ഈവിൾ പ്രാക്ടീസ് ആയിരുന്നു, അതായത് സൊസൈറ്റിയിൽ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് ശരീരത്തിൻ്റെ മേൽഭാഗം മറയ്ക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ അദ്ദേഹം പോരാടി. ആൻഡ് ഹി ഓർഗനൈസ്ഡ് ഇൻ്റർഡൈനിങ്, ദാറ്റ് മീൻസ് സമബന്ധി ഭോജനം. ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് കേരളത്തിലെ ആളുകൾക്ക്, അതായത് ഉയർന്ന ജാതിയിലെയും താഴ്ന്ന ജാതിയിലെയും ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് ഉയർന്ന ജാതിയിലുള്ള ആളുകളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ അദ്ദേഹം എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകളെയും ഒന്നിച്ചു കൂട്ടി അദ്ദേഹം സമബന്ധി ഭോജനം എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവരികയും എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായം അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. And he argued for temple entry,
അന്ന് സൊസൈറ്റിയിൽ, കേരള സൊസൈറ്റിയിൽ താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതിനെതിരെയും അദ്ദേഹം പോരാടി. And during that period, the Avarnas means low caste people, were prohibited to draw water from the wells used by Savarnas. Savarnas means upper class people. അതായത് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് ഉയർന്ന ജാതിയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന കിണറിൽ നിന്നും വെള്ളമെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ അദ്ദേഹം പോരാടുകയും അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും, അതായത് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് വെള്ളമെടുക്കാൻ പാകത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം കിണർ കുഴിച്ചിട്ടാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചത്. ആൻഡ് ഹി ഡിസ്ക്രൈബ് ദ റൂൾ ഓഫ് ബ്രിട്ടീഷ് ആസ് വെൺ നീച ഭരണം. ദാറ്റ് മീൻസ് ദ റൂൾ ഓഫ് വൈറ്റ് ഡെവിൾസ്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വെൺ നീച ഭരണം എന്ന പേരിലായിരുന്നു. ക്ലിയർ? ഓക്കെ ചിൽഡ്രൻ, സോ നെക്സ്റ്റ് സോഷ്യൽ റിഫോമർ ചട്ടമ്പി സ്വാമികൾ. ഹി വാസ് ബോൺ അറ്റ് കണ്ണമ്മൂല ഇൻ തിരുവനന്തപുരം. He argued for temple entry and he practiced interdining with the depressed classes. He opposed Brahminic domination which was prevailed in Kerala society. അന്ന് കേരള സൊസൈറ്റിയിൽ നിലവിലുണ്ടായിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ, അന്ന് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നത് ബ്രാഹ്മണന്മാർക്കായിരുന്നു. അതിനെതിരെ അദ്ദേഹം രംഗത്ത് വരികയും അതിനെതിരെ പോരാടുകയും ചെയ്തിരുന്നു. വേദാധികാര നിരൂപണം and പ്രാചീന മലയാളം were the major works of ചട്ടമ്പി സ്വാമികൾ. So children, next social reformer ശ്രീനാരായണ ഗുരു. Let's have a look at the famous quote of ശ്രീനാരായണ ഗുരു. One caste, one religion, one God for man. Whatever be the religion, men should be good. Be enlightened with education, be strengthened with organization. People may be different in their clothing, language and religion, but all belong to one caste, humanity. Hence, there is no harm in having marital relation with one another or in dining together. ശ്രീനാരായണ ഗുരു was born at ചെമ്പഴന്തി in തിരുവനന്തപുരം. He formed an organization, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP in 1903. Let's see what were the major activities of Srinarayana Guru. He stands for communal harmony. He suggested for providing employment for people and poverty alleviation programs. He created awareness against the evil customs like Pulikudi, Thirandu Kalyanam and Talikattu Kalyanam. അന്ന് സൊസൈറ്റിയിൽ നിലവിലുണ്ടായിരുന്ന അനാചാരങ്ങളായിരുന്നു പുലിക്കുടി, തിരണ്ടു കല്യാണം ആൻഡ് താലികെട്ട് കല്യാണം. ഇതിനെതിരെ അദ്ദേഹം രംഗത്ത് വരികയും ഇത് സൊസൈറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ആളായിരുന്നു ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം, ദർശനമാല ആൻഡ് ദൈവദശകം were the major works of Srinarayana Guru. So children, that's all for today. Hope you all have understood well. We will meet in the next class. Bye.